അഞ്ചലിൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. തുണിക്കച്ചവടം ചെയ്തു വന്ന ഓമനയുടെ 2.25 പവന്റെ സ്വർണ്ണമാലയാണ് ഇയാൾ മോഷ്ടിച്ചത്. കൊല്ലത്ത് ട്രെയിനിൽ വന്നിറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. എനിക്ക് എല്ലാവരോടും തന്നെ, പോലീസുകാരും അല്ലാത്തവരും എനിക്ക് ചെയ്തവരെല്ലാം എനിക്ക് വളരെ സന്തോഷം. ഞാൻ അവരോട് സന്തോഷപ്പെടുന്നു. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നേരം വെളുത്ത് വന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് കണ്ണുനീരും ഇല്ല, എനിക്ക് പറയാനും ഇല്ല. കൊല്ലം അഞ്ചലിൽ പട്ടാപ്പകൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതിയെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്യൂട്ടോറിയൽ അധ്യാപകനായ അഞ്ചൽ പനയഞ്ചേരി പ്ലാവിള വീട്ടിൽ ഹരീഷ് കുമാറാണ് പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ ചന്തമുക്കിൽ ഫുട്പാത്തിനോട് ചേർന്ന തുണിക്കച്ചവടം നടത്തി വന്ന വയോധികയായ അഞ്ചൽ വയലാ സ്വദേശിനി ഓമനയുടെ 2.25 പവന്റെ സ്വർണ്ണമാലയാണ് ഇക്കഴിഞ്ഞ 27-ാം തീയതി ഇയാൾ മോഷ്ടിച്ചത്. മഴ നനഞ്ഞ് നിന്നപ്പം പറഞ്ഞു, ഞാൻ അധ്യാപകനാ, പൈസ എടുക്കാൻ വന്നപ്പോൾ 2 ദിവസത്തെ അവധിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങൾ പോണോന്നും പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നത്. അതുകൊണ്ടല്ല ഞാനും ഓർത്തു മുഖമൊന്നും കാണാഞ്ഞുകൊണ്ട് അധ്യാപകനായിരിക്കുമെന്ന് എനിക്കിതിലൊരു പോക്കും എനിക്ക് വന്നില്ല. എനിക്കിതിലൊരു ഓർമ്മ എനിക്ക് വന്നില്ല. കാരണം ഞാൻ നടക്കുന്ന വഴിയിലൊന്നും ഇങ്ങനെയൊരു വഴി വന്ന് ഇത് ഇട്ടുകൊണ്ട് ഞാൻ പോവുകയൊക്കെ എന്നിട്ട് എനിക്കൊരു വിഷമത എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇളെ അവിടെ നിർത്തിയതും നിന്നതും കേട്ടോ. നനയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഇങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ആശുപത്രിയിൽ പോയി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടെ നിന്ന് നനയത്തില്ലെന്നും പറഞ്ഞു. ഇതിനാ ഉദ്ദേശിച്ചാന്ന് എനിക്കറിയാവോ. ഇതിനായിരുന്നു ഒട്ടിപ്പിടിച്ച് നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോയി. ആ വലിയ മഴയത്താണ് ഒരു മനുഷ്യരില്ല. ചത്താലും കെട്ടാലും വഴിയിലെങ്ങും ആളില്ല. അതുപോലത്തെ മഴയായിരുന്നു ബുധനാഴ്ച ഉച്ചയായപ്പോൾ. തുടർന്ന് CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിവരികയും അഞ്ചലിലെ ബാറിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ചിത്രത്തിൽ നിന്ന് ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാസർഗോഡ് നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ വന്നിറങ്ങിയ ഹരീഷ് കുമാറിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കാസർഗോഡ് ബന്ധുവായി ചേർന്ന് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിവരികയാണെന്നും താൻ പൊട്ടിച്ച സ്വർണ്ണമാലയുടെ ഒരു ഭാഗം ആയൂരിലെ സ്വകാര്യ ധനകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കുകയും ബാക്കിയുള്ളത് കാസർഗോഡ് വിൽപ്പന നടത്തിയതായും ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മാല പൊട്ടിച്ചു കൊണ്ടുപോയ പ്രതിയെ കിട്ടിയതറിഞ്ഞ് മാല നഷ്ടപ്പെട്ട ഓമന പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുകാർക്ക് നന്ദി പറയുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞു, അയാളെ കേൾക്കാൻ പറഞ്ഞു, കയ്യോ കാലൊക്കെ ഒടിച്ചിടണം, അതാ വേണ്ടത്. ചോറ് കൊടുക്കുമല്ലോ നമ്മള്, കയ്യും കാലും ഒടിച്ചങ്ങ് ഇട്ടേക്കണം. ഈ പണിക്ക് പോവുകയും ചെയ്യും, നമുക്ക് മാനക്കേട് കേൾക്കാനും ഒക്കത്തില്ല. 1-2 ദിവസത്തെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, 1-2 ദിവസത്തെ. ഇത് മുതുകള്ളനാ, മുതുകള്ളൻ. അവൻ അറിഞ്ഞിട്ടില്ല, ചെറിയ കട്ട് കൊണ്ടുവന്നു. ഇപ്പം വലിയ കള്ളനായി. ഇത്രയും ജനങ്ങൾ അറിഞ്ഞിട്ട് പോലും അവൻ വിറ്റല്ലോ. ഇത്രയും ജനങ്ങൾ ഇനി അറിയാതെ ഓടോ ഇല്ല. എൻ്റെ കൊച്ചു ചെറുക്കൻ വിളിച്ച് പറയുമ്പോഴാ എൻ്റെ മോൾ അറിയുന്നത്. എടി അമ്മ കരയും, നമ്മുടെ മാല പോയെന്നും പറഞ്ഞ് അമ്മയെന്ന് കരയുന്നടി എന്ന് പറഞ്ഞു. എനിക്ക് കാണാൻ പറ്റുന്നില്ലടി അമ്മയുടെ നിപ്പും പറച്ചിലും ഒക്കെ കണ്ടോണ്ട് കഴിക്കാമ എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചു ചെറുക്കൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. സമാധാനമായി. ഞാൻ നനഞ്ഞു കുന്ന് താറുപടി ഇരിക്കുന്നു പറഞ്ഞിട്ട് പോലും എനിക്കിരിക്കാം. എൻ്റെ തുണി മുഴുവൻ നനഞ്ഞു കുതിർന്ന് വാരി നിൽക്കുന്നു. എനിക്കിപ്പോ ഒരു സന്തോഷമായി. എനിക്കിപ്പം സന്തോഷമായി സാറേ, എനിക്ക് സന്തോഷമായി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്വർണ്ണമാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും വിൽപ്പന നടത്തിയ കാസർഗോഡ് എത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.